ബിരിയാണിയോ എന്തോ ഉണ്ടാക്കാനുള്ള പരിപാടിക്കാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരും കൂടിയിട്ട് എല്ലാ പരിപാടികളൊക്കെ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഡ്രസ്സുകളൊക്കെ തന്നെ ഇങ്ങനെ അലക്കാനിട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബസ്സുകളൊക്കെ തന്നെ വളരെ രസകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് കാണുന്നത്. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് കേട്ടോ സാഹചര്യം. ഇത് ചെറിയൊരു പാർക്കിങ്ങിൻ്റെ ചെറിയൊരു ഏരിയയിലെ അവസ്ഥയാണ്. ഇനി എവിടെ പോയാലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയും കുക്കിംഗ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാഹനത്തിൽ ആളുകൾ വന്നിട്ട് ഇറക്കുന്ന ആ ഒരു കാഴ്ച. ഈ ഒരു ഓട്ടോയിൽ 10-15 ആളോളം പോകും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. തിരുമ്പാനും കുളിക്കാനൊക്കെ സൗകര്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ നിന്ന് അത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ബസ്. പിന്നെ ഈ ബസ്സിൻ്റെ ഒരു ഗ്രാഫിക്സാണ് കേട്ടോ വളരെ രസകരമായിട്ടുള്ളത്. ഇവിടെയും കുക്കിങ്ങിൻ്റെ പ്രൊസീജിയർ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏരിയയിലായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും വാഹനങ്ങളെ കാണാനില്ല. തിങ്കളാഴ്ച അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇതുപോലെ സാധാരണ ഒരു ജീവിതം പോലെയാണ് കേട്ടോ വരുന്ന ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് പിടിക്കുന്നത്. നല്ല തണലുള്ളത് കൊണ്ടായിരിക്കാം. ഇപ്പുറത്തുള്ള പാർക്കിങ്ങും ചൂട് തന്നെയാണ്. ഈ ഒരു സെൻട്രലായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ മാത്രമാണ് തണലുള്ളത്. കാറുകൾ, ചെറിയ ചെറിയ വാഹനങ്ങൾ, പിന്നെ ബസ്സുകളൊക്കെ കയറ്റി കഴിഞ്ഞാൽ എടുക്കാനും ഇറക്കാനൊക്കെ പ്രയാസം തന്നെയാണ്. ബൈക്കുകളൊക്കെ ഒരുപാട് നിൽക്കുന്നത് കാണാം. അവിടെ ബൈക്ക്, കാറ്, പിന്നെ ചെറിയ ടെമ്പോ ട്രാവലർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയറ്റിയിട്ടാൽ അടിപൊളിയായിരിക്കും, തണലായിരിക്കും. ഇവിടെ നിന്നാണ് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ നല്ലത്. ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെറുതായിട്ടുണ്ട്. എല്ലാം MRP റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു കടയാണ്. ഇവിടെ വലിയ പറ്റിക്കലൊന്നുമില്ല. മറ്റിടത്തൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. നല്ല റേറ്റ് എന്ന് പറയാനല്ല, നോർമല് കുഴപ്പമില്ലാത്ത റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ തിരുപ്പതി മലൻ്റെ മേലേക്ക് പോകുന്ന ബസ്സുകളാണ് ഇവിടെ നിർത്തുക. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ വന്ന് നിർത്തിയതിൻ്റെ ശേഷം ഇവിടെ നിന്ന് ആളെടുത്തിട്ട് ഇങ്ങനെ ബസ്സുകൾ പോകും. തിരുപ്പതി മലൻ്റെ മേലേക്ക് ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ 90 രൂപയാണ് റേറ്റ്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 160 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. ഇവിടെ ബസ്സുകൾ ഇങ്ങനെ വന്നിട്ട് ലൈൻ അടിച്ച് നിൽക്കുക. ഇവിടെ ഓടുന്ന ബസ്സുകളൊക്കെ തന്നെ ഈ ഒരു ബോക്സ് ടൈപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ ഏരിയയിലും ഓരോ രീതികളാണല്ലോ. പാർക്കിങ്ങിനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. എവിടെ നോക്കിയാലും പാർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് തന്നെ വളരെയധികം സുഖകരമായിരിക്കും എന്നുള്ളതാണ്. ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഫ്രീ ആണ്. ആ കാണുന്ന മലയ്ക്ക് മേലെയാണ് തിരുപ്പതി ക്ഷേത്രം വരുന്നത്. അവിടേക്ക് കയറാനായിട്ടുള്ള എൻട്രൻസിൽ ഫുള്ള് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്. അന്ന് വാഹനം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാതെ തിരിച്ചു പോരുണ്ടായത്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കണം. ഈ വാഹനങ്ങൾ നിൽക്കുന്നതിന് അപ്പുറത്തായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് ചെക്കിങ് ചെയ്ത് സ്കാനിങ് ചെയ്തിട്ടാണ് വേറെ വാഹനത്തിൽ കയറ്റി വിടുന്നത്. ഡയറക്റ്റ് അങ്ങോട്ട് വാഹനങ്ങളൊന്നും തന്നെ പ്രവേശിക്കാൻ അനുമതിയില്ല. ഈ വാഹനമൊക്കെ ഇനി അവിടെ പോയി നിർത്തി സ്കാനിങ്ങും ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരുപ്പതി മലയ്ക്ക് മേലേക്ക് കയറി പോകുള്ളൂ. ഇപ്പോഴത്തെ ജീപ്പുകളിലും നമുക്ക് അങ്ങോട്ട് കയറി പോകാവുന്നതാണ്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ തന്നെ അന്വേഷിച്ചിട്ടില്ല. ഇവിടെ നിന്ന് നമുക്കിതുപോലത്തെ ഒരു ചോറ് കിട്ടും. ചെറിയ റൈസിലാണ് ചോറ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ട്, ഒരുപാട് ഐറ്റം കറികളുണ്ട്, തൈരുണ്ട്, ഒരു തക്കാളി കൂട്ടാനുണ്ട്. നമ്മൾ തിരുപ്പതി പാർക്കിങ്ങിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ളൊരു കടയിലാണ്. അവിടെ ഇങ്ങനെയാണ് കൗണ്ടർ വരുന്നത്. കുഴപ്പമില്ലാത്തൊരു സാഹചര്യത്തിലുള്ള ഫുഡാണ്. ഞാൻ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ദർശനത്തിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. അതിന് ക്യൂ നിൽക്കാനുള്ള കമ്പിവേലികളാണ് ഈ കാണുന്നതൊക്കെ. ഒരുപാടുണ്ട്. കണ്ടമാനം ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാവുന്ന രീതിയിലാണുള്ളത്. തിരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്യൂ നിന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെയൊക്കെ മരങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വളരെയധികം രസകരമാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ആ മലയ്ക്ക് മേലെയാണ് നമ്മൾ ദർശനത്തിന് പോകേണ്ടതായിട്ടുള്ളത്. ഇവിടുന്ന് RTC ബസ്സുകളൊക്കെ തന്നെ ഉണ്ടാവും. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡ് പോലെയാണ്. ഇവിടെ നിന്നാണ് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ബസ്സുകൾ പുറപ്പെടുന്നത്.
ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 300 രൂപ ആവുമെന്നാണ് പറഞ്ഞത് ദർശനത്തിന് വേണ്ടിയിട്ടേ. ഇത് ഈ കാണുന്ന ബസ്സുകളൊക്കെ അങ്ങോട്ട് പോകുന്നതാണ്, AC ബസ്സുകളാണ്, ചെറിയ മിനി AC ബസ്സുകൾ. ആളായി കഴിഞ്ഞാൽ ഇവരിങ്ങനെയാണ് പോവും. ആളായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആളെ കയറ്റിയിട്ട് പോവും, അവിടെ പാർക്കിങ്ങിൻ്റെ അടുത്തു നിന്നായിട്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് വലിയൊരു കവാടം കാണാം, മനോഹരമായിട്ടുള്ള. എടുത്ത് പറയേണ്ടത് എന്താ പറയുക, ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ, വിശ്വാസികൾ ഒരുപാട് വരുന്ന പ്ലേസ് ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആണെന്നുള്ളതാണ്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാടാണ്. നല്ല വൃത്തിയുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഏരിയ പൊതുവെ അറിയപ്പെടുന്നത് ഫുട്പാത്ത് എന്നുള്ള രീതിയിലാണ്. പിന്നെ ആ തലക്കൽ ആയിട്ട് കവാടം കാണാം. ആ കവാടം കയറിയിട്ട് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടുന്ന് നമ്മൾ സ്കാനിങ് കാര്യങ്ങൾ, ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. സൂ ഉണ്ട്. ഒരു 2-3 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. ചുരുങ്ങിയത് ൊക്കെ ആയിട്ട് ഇതുപോലെ പൂക്കളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ട് വൃത്തിയിൽ തന്നെ കൊണ്ടു നടക്കുന്ന കാഴ്ച കാണാം. മരങ്ങളൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ടൗണിൻ്റെ നിർമ്മാണം, അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം തന്നെ അതിൻ്റെതായ രൂപകൽപ്പനയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു 5 വർഷം കൊണ്ട് ഒരുപാട് അപ്ഡേറ്റ് ആയി എന്നുള്ളതാണ് ഇവിടുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. ഓരോ പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ രീതികളൊക്കെ തന്നെ. ഈ ഫുട്പാത്തിലായിട്ട് ഇതുപോലത്തെ ചെടികൾ വെച്ചത് കാണാം. ആ ചെടികൾ വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, സിമെൻറ്റിനാൽ നിർമ്മിച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുപ്പതിയുടെ ഒരു ഷോർട്ട് കട്ട് നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആ ഒരു ചട്ടി കാണാൻ തന്നെ വളരെയധികം രസമുണ്ടല്ലോ. ഓരോ ടൗണും എങ്ങനെ ആകണം എന്നുള്ളതിനൊരു മാതൃകയായിരിക്കാം ഈ ഒരു ടൗണ്. ഒരു മാതൃകാ ടൗൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് എനിക്ക് ഈ ഒരു ടൗണിനെ വിശേഷിപ്പിക്കാൻ തോന്നിയിട്ടുള്ളത്. ഞാൻ ആന്ധ്രാപ്രദേശിലെ ഒരുപാട് ടൗണുകളിൽ കറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഒന്നിനൊന്ന് എല്ലാ ടൗണുകളും മെച്ചമാണ്. പക്ഷെ ഇത്രത്തോളം അപ്ഡേറ്റ് ആയ ഒരു ടൗൺ ഞാൻ മുന്നേ കണ്ടിട്ടില്ല. ഇതേപോലെയാണ് ഹൈദരാബാദ് എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ എന്താ സാഹചര്യം എന്നുള്ളത്. എന്തായാലും കൊള്ളാം. നമ്മളൊക്കെ മാതൃകയാക്കേണ്ട രൂപത്തിലുള്ള ഒരു ടൗൺ സിറ്റുവേഷൻ. ഈ ഒരു ഏരിയയിലായിട്ട് സൂ വരുന്നുണ്ട്. സൂവിലേക്കൊന്നും പിന്നെ പോകാൻ നമുക്ക് താല്പര്യമില്ല. ഞാൻ കയറണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ കുറച്ചാണ്ട് പോയി നോക്കിയപ്പോൾ നല്ല വ്യൂ ഒക്കെ കാണാൻ, നല്ല വിഷ്വൽസൊക്കെ കാണാനുണ്ടല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ട് പോയി നിൽക്കണേ. അങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കവാടം മനോഹരമായിട്ട് ഒരു മരത്തിൻ്റെ രൂപത്തിലൊക്കെ ചെയ്തു വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടോക്കൺ കൗണ്ടർ ഉണ്ടോ എന്നറിയില്ല, ഇവിടെ ആരും കാണാനൊന്നുമില്ല. ഏതായാലും നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കയറി നോക്കാം. ഉണ്ട് ടോക്കൺ കൗണ്ടർ. ക്ക് 20 രൂപ, പിന്നെ കാറിന് 30 രൂപ കേട്ടോ. അങ്ങനത്തെ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. പുറത്ത് കുഴപ്പമില്ല. ഇവിടുന്ന് ഏകദേശം ഇങ്ങനെ നോക്കുമ്പോഴേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. നമ്മളെ കൂടെ പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ, കുറേ സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇതേപോലെ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കാനുള്ളൊരു ഗ്യാപ്പാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇതിൻ്റെ നിർമ്മാണ സംഭവങ്ങളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്തൂപം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മൃഗശാല അല്ല, ഒരു പാർക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യം കരുതിയത് മൃഗശാല ആയിരിക്കുമെന്നാണ്. ഇവിടെ ഇങ്ങനെ ഒരു കട ഉണ്ട്. ഡ്രമ്മ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതോ കാണി അടിപൊളി. നേരെ പോയേക്കാം. അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു ഓം എന്നുള്ളൊരു ചിഹ്നം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്താ പോയേക്കാം. പിന്നെ സൈഡിലായിട്ട് കിളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന ബോർഡുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. തേക്കിനാളുള്ളൊരു തോട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ രീതിയിലുള്ള മരങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ പുതുമകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു കാട് കേട്ടോ. നീണ്ട മരങ്ങൾ ഇങ്ങനെ കാണാം. ഇതിലെന്തോ കൊത്തി വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു രൂപമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് കല്ലാണോ മരമാണോ എന്ന് തിരിച്ചറിയാത്ത രൂപത്തിലാണ്. കാട്ടിലൂടെ നടപ്പാതകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇരിപ്പിടം കാണാം. ഒരുപാട് കാട്, കിളികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട്.
കാണുന്ന ഓരോ ബോർഡിലും ഓരോ കിളികളുടെ ഫോട്ടോ കാര്യങ്ങൾ വെച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തത് കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾക്കായി വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ദൂരത്തു നിന്ന് കണ്ട ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കാണാം. സ്റ്റെപ്പുകളൊക്കെ തന്നെ പുരോഗമന രീതിയിലുള്ള ടൈല് കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടിട്ട് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. ദൂരെ നിന്നും കണ്ട ഒരു ചിത്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിപ്പിടമാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരു ഗാലറിയെ പോലെ. പറയത്തക്കൊന്നും തന്നെ കാണാനില്ല എന്നാണ് തോന്നുന്നത്. ചെറിയൊരു പാർക്ക്, കുറച്ച് നേരം വിശ്രമിക്കാനിരിക്കാവുന്ന രീതിയിലുള്ള ഒരു കാട്ടിൻ്റെ ഉള്ളിലായിട്ടുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാടായതുകൊണ്ട് തന്നെ ആ ഒരു കിളികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. ഈ ഏരിയയിലേക്കൊന്നും ആയിട്ട് അങ്ങനെ കടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കിളികൾക്കൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഓരോ മരത്തിലും സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ ആൾക്കാർ ഇതവിടെ ഇവർ നമ്മളെ കാണുമ്പോൾ സാധാരണ മണ്ടണാണല്ലോ. ഇതെന്തപ്പോൾ നമ്മളെ കണ്ടു കൊണ്ടാത്ത് മണ്ടനില്ലേ? സാധാരണ നമ്മളെ കണ്ട മണ്ടണ്ടാണ്, ഇത് മണ്ടനൊന്നും കാണാൻ ചേട്ടാ. ചിലപ്പോൾ നമ്മളായോല് മെയിനായിട്ട് കിളികളുടെ ശബ്ദമാണ് കൂടുതലും കേൾക്കുന്നത്. അതും ഈ ആളുകൾ വരുന്ന ഏരിയയിൽ നിന്നല്ല, കുറച്ച് ലോങ്ങിൽ നിന്നാണ് കേട്ടോ. മൊത്തത്തിലൊരു കാട് പോലത്തൊരു രൂപാന്തരം. ഒക്കെ പുതിയ രീതിയിലുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു രൂപമാണ് തോന്നുന്നത്. കാരണം കുറേ പഴക്കങ്ങൾ ചെന്ന മരങ്ങളായിട്ട് തോന്നുന്നില്ല, ഒക്കെ ചെറിയ മരങ്ങളാണ്, വണ്ണം കുറഞ്ഞ. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കുറേ സൂചനാ ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വല്ലാതെ യൂസിങ് കാര്യങ്ങളൊന്നുമുള്ള ഏരിയ അല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു പാലം കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഒരു കിടങ്ങ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ കപ്പിൾസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ അതിൽ കൂടെ ഇങ്ങനെയൊക്കെ ഒരു വയ്യ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താ ലെവലിൽ നിന്നൊരു ഐഡിയ ഇടുന്നില്ല. പോയൊക്കെ കുറേശ്ശെ അങ്ങനെ എല്ലായിടത്തും കപ്പിൾസാണ് ഇരിക്കുന്നത്. കപ്പിൾസിൻ്റെ ഒരു പാർക്കാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാണുന്നത് മലയാണ് കേട്ടോ, ഈ കൂടെ ഇങ്ങനെ പോണത് നീണ്ട മല. അതിൻ്റെ ഒരു കിടങ്ങ് പോലത്തെ ഒരു പ്രദേശം. ഇവിടെ എന്തൊക്കെയോ കൂടോത്രമൊക്കെ കാണുന്നുണ്ടല്ലോ, ആ ചോപ്പ്. ഇതവിടെ ഒരു കിടങ്ങ് കാണുന്നുണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാനുള്ള ഒരു നടപ്പാത. ഒന്നും ചെയ്ത് വെച്ചിട്ട് ചേട്ടാ. അവിടെ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അടാറാണ്. തുടക്കത്തിൽ ചെയ്ത് വെച്ചതും പിന്നെ ആ ഫ്രണ്ടേജൊക്കെ കൂടി കണ്ടപ്പോഴേ അടിപൊളിയാണെന്ന് കരുതി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഒരു പറമ്പ് കൂടെ ഇറക്കിയ ഒരു ഫീലിങ്സ് മാത്രം. പിന്നെന്താ വെച്ചാൽ കാട്, കുറേ കിളികൾ, ഒച്ചപ്പാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൊള്ളാം, പ്രശ്നമില്ല. സാധാരണ നമുക്ക് വന്നിട്ട് ഒഴിഞ്ഞിരിക്കാൻ പറ്റിയ ഏരിയ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ. ബോട്ട് സർവീസൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഈ കാട്ടിൽ. ഇവിടെ ഈ ഒരു കിടങ്ങുണ്ട് സംഭവം, അതാണ് ഈ ഒരു കിടങ്ങിലുള്ള ബോട്ട് സർവീസാണ് സംഭവം. ഇപ്പോൾ കരക്ക് കയറ്റിക്കണേ സംഭവം. ഇതൊക്കെ ഈ ഒരു വാട്ടർ വെള്ളത്തിൻ്റെ എന്തൊക്കെയോ സംഭവമാണ് കേട്ടോ. ഒരു ആമ്പൽക്കുളം പോലത്തെ ഒരു സ്ഥലം. കുറേ ബോട്ടുകൾ അവിടെയും സൈഡാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. രസകരമായൊരു സാഹചര്യം തന്നെയാണ് ഇത് ഉണ്ടാക്കിയപ്പോൾ. ഇപ്പോൾ കണ്ടില്ല, ഉടങ്ങി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഏരിയയിലും കപ്പിൾസുമായിട്ടുള്ള ഒരു സഞ്ചാര രീതിയാണ് കേട്ടോ. കാടല്ലേ. പിന്നെ മലയ്ക്ക് മേലേക്ക് നോക്കുമ്പോൾ അതുപോലെ ആ റോഡുകളൊക്കെ കാണാം. അതാണ് മലൻ്റെ മേലേക്ക് പോൺ റോഡ്. നമ്മൾ ലോങ്ങിൽ നിന്നൊക്കെ കാണുന്നുണ്ടല്ലോ ഒരു വെള്ള ലൈൻ ഇങ്ങനെ, അതാണ് കേട്ടോ സംഭവം. ഈ മലന്നെ വേറൊരു രീതിയാണ്, ചുവന്നൊരു കളറായിട്ടുള്ളൊരു പാറകളാലുള്ളൊരു മല. അവിടെ ഒരു ബസ്സൊക്കെ പോകുന്നത് കാണാം നമുക്ക്. അങ്ങനെ വെല്ലൂർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയ പോലെ അവിടെ ഒരു കോട്ട ഉണ്ട്. ആ കോട്ടയ്ക്കാണ്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് കപ്പിൾസാണ്. ഒരു 150 ടീമെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ചെറിയൊരു കോട്ട, അത്രയൊന്നും സ്ഥലമില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ 2 കുട്ടികളെന്ന് കണ്ടി പോലെ വീഡിയോ വെട്ടുകണ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. അപ്പോൾ എന്താ സംഭവം എന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്, അത് ഈ കപ്പിൾസ് മാത്രം വന്നിരിക്കുന്ന സ്ഥലമായതുകൊണ്ടേ പോലെ വീഡിയോ അതിൽ പെട്ടപ്പോൾ ഞാൻ ആരെങ്കിലും കണ്ടാൽ വെച്ചിട്ട് 2 പെൺകുട്ടികൾ മാത്രം വന്നിരുന്നു. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുത്ത്. അതേപോലെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ ഇവിടെ. ബോട്ടൊക്കെ കൊള്ളാം, പക്ഷെ പാടത്തത്തെ വെള്ളവും കൂടി ഇല്ലയെന്ന് മാത്രം. ആ ഒരു മലനിരകളാണ് തിരുവണ്ണ
തിരുമല എന്ന് പറയുന്ന ആ ഒരു മലക്ക് മുകളിലേക്ക് കയറുന്നതാണ് കേട്ടോ. തിരുപ്പതി അമ്പലത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. ഈ ഒരു സൈഡിലായിട്ട് മുളക്കാടുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇറങ്ങാനൊക്കെ ആയിട്ടുള്ള ഒരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം കുറേ ഉണ്ട് കേട്ടോ. സീസൺ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നും പോകണമൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ടും കുറേ ഉണ്ട്, അങ്ങോട്ടും കുറേ ഉണ്ട്. ആ മലേൻ്റെ മേലേക്കൊക്കെ കുറേ കയറാണ്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ ആയിട്ടൊരു ആനൻ്റെ രൂപം കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയൊരു പാർക്ക് കുട്ടികളുടെ. പിന്നെ അവിടെ മേലേക്കൊക്കെ സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ നിന്നുള്ള ആ ഒരു ഒച്ചപ്പാടൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്, അവിടുത്തെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ. ഈ ഒരു ഏരിയയിലൂടെ ആയിട്ട് കുറേ സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് നടക്കാനായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഒക്കെ കാട്ടുകൂടി പോണ ഒരു ഫീലിങ്സ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ നിന്ന് അപ്ഡേറ്റ് ആക്കിയിട്ടില്ല, അത് തിരിച്ചെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു തോടാണ്. ഈ തോടിൻ്റെ മേലെ കൂടി പോണ പാലാണ്. ഏരിയയിൽ നിന്നുമായിട്ട് കിളികളുടെ ശബ്ദമാണ് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും ഒരുപാട് ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഒരു പ്രദേശം. അവിടേക്കൊരു വഴി കാണാം. പിന്നെ അവിടെയൊക്കെ ആളുകൾ നടന്നു വരുന്നത് കാണാം. ഈ പാലത്തിൻ്റെ അവിടെ കൂടി നോക്കുമ്പോൾ കുറേ കുട്ടികളൊക്കെ അതങ്ങനെ അവിടെ നിന്ന് ഇവിടെയൊക്കെ തെറിച്ച് വരുന്നു. ഷോർട്ട് കട്ട് എടുത്ത് വരുന്നതാണെന്ന് തോന്നുന്നത്. ഇങ്ങനായിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു കൂടാരം പോലത്തെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു ഏരിയയിലൂടെ ആയിട്ട് വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു പിക്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും കാണാനില്ല. ഇങ്ങനെ കണ്ട് പാറക്ക് ഇടയിലൂടെ വരുന്നൊരു ഫോട്ടോ. പിന്നെ ഈ മലനിരകൾക്കടിയിലായിട്ട് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ചുവന്ന നിറത്തിലുള്ള ഒരു പ്രകൃതി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മലകൾക്കൊക്കെ പാറക്കെട്ടിനാലുള്ളൊരു മല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ ഒരു രൂപത്തിലുള്ളൊരു മലയാണ്. ഇവിടെ നമുക്കൊരു പാലമൊക്കെ കാണാം. ഈ പാലത്തിൻ്റെ അതിലൂടെ അങ്ങനെ വളഞ്ഞ് നമുക്ക് തിരിച്ചു പോകുന്ന റൂട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഫോട്ടോയെ മാതൃകയാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. പക്ഷേ അതുപോലത്തെ ഒരു രൂപമൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു പാറയിലൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിമെൻറ്റിനാലാണ് തീർത്ത് വെച്ചിട്ടുള്ളത്. കാട്ടിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ പെൺകുട്ടികളുടെ ഒച്ച കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഴിഞ്ഞൊരു പ്രദേശം, അടിപൊളി. കൂടുതൽ ജനശല്യമോ കാര്യമോ ഒന്നുമില്ല. വെള്ളക്കെട്ടുകളുള്ള ഏരിയയിലേക്കുള്ള വഴിയാണോ എന്നൊരു സംശയമുണ്ട്. അടിയിൽ നിന്ന് കണ്ട പോലെയും വിചാരിച്ച പോലെയല്ല കേട്ടോ. ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ അട്രാക്ഷൻ. പ്രകൃതി കനിഞ്ഞിങ്ങനെ തരികയെന്ന് പറഞ്ഞിട്ടില്ല, അതേപോലെ അങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആ നാച്ചുറാലിറ്റി നമുക്കിങ്ങനെ ഫീലിംഗ് ചെയ്യും. കുണ്ടുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫീലിംഗ് ചെയ്യും കേട്ടോ. തിരുപ്പതിക്ക് കുറേ ആൾക്കാർ വന്നിക്കണമെങ്കിലും ചിലപ്പോൾ ഈ ഏരിയക്കൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ അമ്പലത്തിലേക്ക് വരുന്നവർ വേഗം പരിപാടി വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകും തോന്നുന്നുണ്ട്. അതിൻ്റെ പൊന്നോ, ഇവിടെ നോക്കുകയാണെങ്കിൽ എച്ചാതിലൊക്കെ വെച്ചിട്ടാ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോയില്ല ലാസ്റ്റത്തെ ഏരിയ. അവിടെ നിന്ന് വരുന്ന വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒലിച്ച് പോണ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ പാലത്തിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കാണാം. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കാരണം ആ ഒരു സെൻറ്റർ ഏരിയ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടണോണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇങ്ങനെ വരും. അതിൽക്കൂടെ കുറേ നടന്നു പോയ വഴികളൊക്കെ കാണുന്നുണ്ട്. ചിലവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. അത് പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ പോകും. പിന്നെ ഇതിപ്പോൾ ഒരു പുതുമല്ലല്ലോ, കോഴികളെ കാണാനാണ് കാട്ടുക്ക് വന്നിക്കണേ. ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഓരോരോ സംഭവം വേറെ ഒന്നുമല്ല, കോഴിക്കളുണ്ട് എന്നുള്ളതേ അറിയിക്കണേ. പിന്നെ കാട്ടിലെ ജീവികളല്ലേ നിലേ കോഴിക്കളും പക്ഷികളൊക്കെ, പോത്തും എരുമയും കാളയൊക്കെ നമ്മളുടെ അടുത്ത് വളർത്തി വലുതാക്കി എന്താ പറയുക ഇണക്കത്തതല്ലേ. അതേമാതിരി ഇവിടെ വന്നപ്പോൾ 2 കോഴിക്കളെ ഫോട്ടോ കാണണേ. കിളികളാണ് കേട്ടോ കൂടുതലുള്ള ഈ ഒരു ഏരിയയിൽ. ഇവിടെ കുറച്ച് അപ്ഡേറ്റ് ആക്കി ഇങ്ങനെ വെച്ചത് വേണ്ടില്ലായിരുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളില്ലേ. ഇത് വേറെ തന്നെ ഒരു കാടിൻ്റെ ഫീലിംഗ് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഉണ്ടാക്കി വെച്ച പോലത്തെ കാടായി. അതിൽക്കൂടെ ഇങ്ങനെ നടക്കുമ്പോഴല്ല ആ നാച്ചുറാലിറ്റി ഇങ്ങനെ നമുക്ക് ഫീലിംഗ് ചെയ്തിരുന്നത്. ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ കയറാൻ ഇറങ്ങാനൊക്കെ ആയിട്ടുള്ള വഴികളുണ്ട് കേട്ടോ.
മാനുകളുണ്ട് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ട് ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിവിടെ വലിയൊരു കൂടാരം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലായിടത്തും ഈ കപ്പിൾസാണ് കൂടുതലും ഉള്ളത്. ഇതിലേക്ക് വന്നപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആ ഒരു പാലെങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. അത് ടാങ്കാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ ടാങ്കും പിന്നെ അതിൻ്റെ മേലേക്ക് കയറിയിട്ട് ആൾക്കാർക്ക് നിന്ന് കാണാനുള്ള സൗകര്യം അവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം. വളരെ അപ്ഡേറ്റാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം ഒന്നും ഇവിടെ ആളുകൾ വരുന്നില്ല എന്നാണ് തോന്നുന്നത്. വലിയൊരു കിളിക്കൂടൊക്കെ കാണാം. കിളികളെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു ഏരിയ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ പോയ ഒരു ഏരിയക്ക് തന്നെയാണ് തിരിച്ചെത്തുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാനുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ. അതുകൊണ്ട് നമ്മൾ തിരിച്ചും കണ്ട് തന്നെ പോകുന്നത്. പിന്നെ അങ്ങനെ ഒഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് നേരം എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവാൻ പറ്റിയൊരു സ്ഥലം അത്ര എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ കാടിൻ്റെ ഫീലിങ്സൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറാം കേട്ടോ. നമ്മൾ പാർക്കിൻ്റെ അടുക്കാണ് എത്തിയിട്ടുള്ളത്. പോയ സ്ഥലത്തിൻ്റെ ഒരു ഔട്ടർ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു സ്ഥലങ്ങളൊക്കെ പോയി ആ ഒരു ബെൻഡുള്ള ഏരിയ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയി തിരിച്ചു വന്നത്. അവിടെയാണ് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങണത്. അവിടുന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു വന്ന് ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് ഇങ്ങനെയാണ്. ഈ ഒരു കണ്ടില്ലേ എച്ചാതി ലുക്കാച്ചിട്ടാ. അവിടെ നോക്കാം നിങ്ങൾ. അങ്ങനെ ഇവിടെ ചെയ്തു വെച്ച വേറൊരു പാലമാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോക്കാണി ഒരു പറമ്പ് കൂടി ഇങ്ങനെ ഫില്ലറുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താ അല്ലേ ഓരോ അപ്ഡേറ്റുകൾ വരുന്നതാണ്. മേലെ മരം കൊണ്ടാണ് കേട്ടോ പാളി കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷെ വളഞ്ഞ് തിരിഞ്ഞ് പൊളിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ആയിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. നനച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ കാണുന്നുണ്ട്. ചെറിയ കവറുകളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കമ്പിവേലിയുണ്ട്. അവിടെ ഒരു ഗേറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോഴേ ഈ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ ആൾക്കാർ നടക്കുന്നത് കണ്ടപ്പോഴാണ് തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നുകാണ്ട് ഇങ്ങോട്ട് കയറിയിട്ടാണ്. കുഴപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആവില്ല ഓരോ സ്ഥലത്തെത്തിയും സിറ്റുവേഷൻസ്. നമ്മൾ കയറി നോക്കിയാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ കൂടി ഇങ്ങനെ ആൾക്കാർ നടക്കണം കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എഴുതിയിട്ട് കയറിയൊക്കെ അടിയിലിങ്ങനെ നടന്നു നോക്കിയപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എത്തപ്പോൾ ഒരു ചെറിയ പാർക്ക് വിചാരിച്ച്. പിന്നാണ്ട് ചെന്നപ്പോഴല്ല തലക്കത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള മലനിരകൾ, അതിൻ്റെ അടിയിലുള്ള ആ ഒരു അരുവി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു പാർക്ക്, ഒരു ഫീ കാര്യങ്ങളൊക്കെ കൊടുത്ത് കണ്ട് അടിയിൽ തന്നെ മെയിനായിട്ടുള്ള ഏരിയ അവിടെയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ കവാടത്തിൻ്റെ ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കയറിപ്പോയത്. അവിടെ ഇങ്ങനെ കൗണ്ടർ വരുന്നുണ്ടെങ്കിലും കൗണ്ടർ താൽക്കാലികമായിട്ട് ഇവിടേക്കാണ് ഓല് ഇട്ട് വെച്ചിട്ടുള്ളത്.